നമുക്ക് വളരെ കോമൺ ആയിട്ടും വളരെ ഈസി ആയിട്ട് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഓപ്ഷൻസ് ആയിട്ട് എല്ലാവരും കാണുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്ന് പോലും കാശുകൾ എടുത്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതീതി ഈയിടെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സൂട്ടാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂൾ ആണോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കാൻ നേരം നമുക്ക് വളരെ ഈസി ആയിട്ട് നോർമലി ഒരു വളരെ സേഫർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ടൂളായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സേവിങ്സിന്റെ നല്ലൊരു ബഞ്ചും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലോട്ട് പോകുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഫണ്ടുകൾ പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിലോട്ട് പോകുന്നുണ്ട്. നല്ല റിട്ടേൺസ് തരാനായിട്ട് മ്യൂച്വൽ ഫണ്ട്സിന് സാധിക്കും. ഏറ്റവും കൂടുതൽ നല്ല റിട്ടേൺസ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂളായിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിനെ കാണുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വേറൊരു ഘടകമുണ്ട്. എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ട് സൂട്ടാകുമോ? ഒരിക്കലും ഇല്ല. ഏതൊക്കെ സാഹചര്യത്തിലാണ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് സൂട്ടാകത്തില്ലെന്ന് പറയുന്നത്? ആദ്യത്തേത്, നിങ്ങൾക്കൊരു വളരെ ഷോർട്ട് ടേം ഗോളാണ് ഉള്ളതെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സൂട്ടാവുന്ന ഒരു ഇൻസ്ട്രുമെന്റേ അല്ല. ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റ്സ് പോലെ മ്യൂച്വൽ ഫണ്ടും സമയമെടുത്താണ് ഗ്രോത്ത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പാണ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൽ നല്ല ഗ്രോത്ത് കിട്ടാനായിട്ട്. 1-2 വർഷത്തിനുള്ളിൽ ഒരു വീട് വെക്കണം, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇട്ടേക്കാം, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നല്ല ഗ്രോത്ത് കിട്ടി, എനിക്ക് ആ റിട്ടേണും കൂടെ യൂസ് ചെയ്ത് വീട് വെക്കാലോ എന്ന് കരുതുന്ന ഒരാൾക്ക് ഒരിക്കലും സൂട്ട് ആവത്തില്ല. ഇൻ കേസ് മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടായി, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക, മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ താഴത്തോട്ട് വരും. FD പോലെയോ വേറെ റിട്ടേൺസ് പോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടത്തില്ല. മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ താഴത്തോട്ട് വരികയും നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയാണെങ്കിൽ ആ 1 ലക്ഷം രൂപ 75,000 രൂപ വരെയൊക്കെ വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. സോ ഇത് പോസിറ്റീവ് റിട്ടേൺസ് മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ല, നെഗറ്റീവ് റിട്ടേൺസും തരും. മാർക്കറ്റ് കണ്ടീഷനോട് വളരെ അലൈൻഡ് ആണ്. സോ വളരെ ഷോർട്ട് ടേം ഗോൾസ് ഉള്ളവർ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയി അവരുടെ ഫിനാൻഷ്യൽ ഗോൾസിന് വേണ്ടിയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ ഘടകം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസ് വേറൊരാളെ മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് സൂട്ട് ആവത്തില്ല. മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാൻ നേരം നമ്മളുടെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ആണ്, അവിടുത്തെ മാനേജേഴ്സും ആയിരിക്കും. പർട്ടിക്കുലർ ഫണ്ടുകൾക്ക് ഓരോരോ മാനേജേഴ്സ് ആണ് പർട്ടിക്കുലർലി ഹാൻഡിൽ ചെയ്യുന്നത്. അവരിലേക്ക് നമ്മൾ നമ്മളുടെ ഫിനാൻസ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കുകളും പ്രൊഫഷണൽ ബോൺസുകളും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു നെഗ്ലിജിബിൾ റിട്ടേൺസ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് തോന്നത്തില്ല. മൂന്നാമത്തെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടുത്തെ ഹയർ ഫീസാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന റിട്ടേണിൽ നിന്ന് ഒരു ഫീസ് എന്ന രീതിയിൽ 1%, 1.5% ഒക്കെ മ്യൂച്വൽ ഫണ്ട് ഹൗസസിന് കൊടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആരും ആഗ്രഹിക്കുന്ന കാര്യമില്ല. കാര്യം നമ്മളുടെ ഹാർഡ് ഏൺ മണി നമ്മൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾക്ക് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ കഴിയും തോറും ആദ്യത്തെ ഒരു ചെറിയ കാലയളവിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺസ് തന്നെ അവരുടെ ഫീസോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. സോ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുവാണെങ്കിൽ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് മാത്രം വരും. വളരെ ചെറിയൊരു കാലത്തേക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് എക്സിറ്റ് ലോഡുകളുണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് ഉണ്ടാവും, മാനേജ്മെന്റ് ഫീസ് ഉണ്ടാവും. ഈ ഫീസുകളൊക്കെ കമ്പാരിറ്റീവ്ലി 1 to 1.5% അടുത്ത് വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഫണ്ടാണ് നമ്മൾ വന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെങ്കിൽ ഈ ഒരു കാലയളവിൽ തന്നെ നമുക്ക് 1-1.5% വൈസ് നമ്മൾക്ക് ഇവിടെ ഫീസായിട്ട് മാത്രം കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് എപ്പോഴും ലോങ് ടേമിലേക്ക് മാത്രം മ്യൂച്വൽ ഫണ്ടിലേക്ക് വരണമെന്ന് പറയുന്നത്. നാലാമത്തെ കാര്യമായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ പേഴ്സണൽ റിസ്ക് അപ്പറ്റൈറ്റ് ആണ്, നമ്മളുടെ അഗ്രഷൻ ഇൻ ദ മാർക്കറ്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണെന്നും ഒരുപാട് സ്റ്റോക്സിലോട്ടും ബോൺസിലോട്ടും നമ്മുടെ ഫണ്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇടുമെന്നും നമ്മൾക്കറിയാം. അതേപോലെ തന്നെ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഒരിക്കലും റിസ്ക് ഫ്രീ അല്ല. മാർക്കറ്റിന്റെ വോളറ്റാലിറ്റിക്ക് അനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൽ കിടക്കുന്ന എമൗണ്ടിനും നല്ല വേരിയേഷൻസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പേഴ്സണൽ റിസ്ക് അപ്പറ്റൈറ്റ് ഹൈ ആണ്. നമുക്ക് കുറെ കൂടെ ഒരു ത്രില്ലിംഗ് നേച്ചറാണ്, ഒരു അഗ്രഷൻ കാണിക്കണം. ഇയർലി ഒരു 12% റിട്ടേൺ ഒന്നും പോരാന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി സ്റ്റോക്സ് എടുക്കാനും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ കണ്ടെത്തി വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു അഗ്രഷൻ നേച്ചർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു നെഗ്ലിജിബിൾ റിട്ടേൺ നമുക്ക് ഫീസിബിൾ ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. അഞ്ചാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, വെൻ യു കാണ്ട് അഫോർഡ് യുവർ ലോസസ്.
നിങ്ങൾക്ക് നിങ്ങളുടെ ലോസോ കാര്യങ്ങളോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം, നമ്മൾ ഇന്നേ വരെ നമ്മുടെ പേഴ്സിനകത്ത് ഇരിക്കുന്ന കാശ് നമ്മൾ ചെലവാക്കുന്നതല്ലാതെ വെറുതെ ഇരുന്ന് കുറയുന്നത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്, ചിലപ്പോൾ നിങ്ങൾ 1,00,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് കുറഞ്ഞു 5,000 രൂപ ചിലപ്പോൾ കുറയും, 10,000 രൂപ കുറയും, 15,000 രൂപ കുറയും. എത്ര രൂപ വേണേലും ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബാക്കി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആയാലും ഈവൻ സേവിങ്സ് അക്കൗണ്ടിലായാൽ പോലും നമ്മളുടെ ഫണ്ട് എപ്പോഴും വളരെ സേഫ് ആയിരിക്കും. അവിടെ നിന്ന് നമുക്കൊരു പോസിറ്റീവ് ഗ്രോത്ത് മാത്രമേ നമ്മളുടെ ഫണ്ടിൽ ഉണ്ടാവത്തുള്ളൂ. ഈ സാഹചര്യത്തിലാണ് മ്യൂച്വൽ ഫണ്ടിൽ നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് എല്ലാവർക്കും സൂട്ട് ആവത്തില്ലെന്ന് നമ്മൾ പറയാനായിട്ടുള്ള ഒരു ഘടകം. നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും സൂട്ട് ആവുമോ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഇല്ല. ഇറ്റ് ഡിപ്പെൻസ്. ഓരോ പേഴ്സൺ ടു പേഴ്സൺ മ്യൂച്വൽ ഫണ്ട് സൂട്ട് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാറിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് സൂട്ട് ആകുമോ ഇല്ലയോ എന്ന് നമ്മൾ ഇപ്പോൾ നോക്കിയത്? ഷോർട്ട് ടേം ആണോ ലോങ് ടേം ഗോൾസ് ആണോ നമുക്കുള്ളത്? നമുക്ക് ലോസസ് കാണാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ? റിസ്ക് അപ്പറ്റൈറ്റ് കൂടുതലാണോ? ഫീസും അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസും എല്ലാം മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരാതിന് കൂടുതലേക്ക്. ഇങ്ങനത്തെ കുറച്ച് ഘടകങ്ങൾ ചേർന്നതാണ് മ്യൂച്വൽ ഫണ്ട് എന്നും. അതിൽ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണോ എന്ന് ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഫിനാൻഷ്യൽ ഗോൾസ്, റിസ്ക് ടോളറൻസ്, ടൈം ഹൊറിസോൺ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാത്രമേ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാവൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും